നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരമായിട്ടുള്ള വളരെ സ്വാദിഷ്ടമായ സ്ട്രോബെറി എന്ന സസ്യത്തെയാണ്. ഗാർഡൻ സ്ട്രോബെറി എന്നും ഇതിനെ അറിയപ്പെടുന്നു. ലോകത്താകമാനം വൻതോതിൽ കൃഷി ചെയ്യപ്പെടുന്ന ഇതിൻ്റെ ഫലമാണ് പ്രധാനമായും നമ്മൾ ഉപയോഗിച്ചു വരാറുള്ളത്. ഫലത്തിൻ്റെ മധുരവും അതുപോലെ അതിൻ്റെ സുഗന്ധവും ഈ കടും ചുവപ്പ് നിറവുമെല്ലാം ഈ ഫലത്തിനെ വളരെ വിശേഷപ്പെട്ടതാക്കുന്നു. ഐസ്ക്രീം, ചോക്ലേറ്റ്, ജ്യൂസ് എന്നിവയിലെല്ലാം ഈ സ്ട്രോബെറിയുടെ എസൻസ് ചേർത്തിട്ടും അതേപോലെ ഇത് അങ്ങനെ തന്നെയും ഉപയോഗിച്ചു വരാറുണ്ട്. ഏകദേശം 100 ഗ്രാം സ്ട്രോബെറിയിൽ 136 കിലോ കലോറി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ധാരാളം വിറ്റാമിനുകളും വിറ്റമിൻ എ, സി, ബി, അതുപോലെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ തുടങ്ങിയ എല്ലാ പോഷകാംശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. നിലം പറ്റി വളരുന്ന ഒരു ചെറിയ സസ്യമാണിത്. 3 ഇലകൾ കൂട്ടമായിട്ടുള്ള ഇതിന് നാരുവേര് പടലമാണുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ രോമാവൃതമാണ്, അരികുകൾ ദന്തുരമാണ്. ഓവലാകൃതിയാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. ശാഖാഗ്രത്തിൽ വെള്ള നിറത്തിലുള്ള പൂക്കൾ കാണുന്നു. 5 ഇതളുകളാണ് ഇതിൻ്റെ പൂക്കൾക്കുണ്ടാവുക. 8 മുതൽ 10 വരെ കേസരങ്ങളും ഇതിനുണ്ട്. ഇതിൻ്റെ ഫലം കടും ചുവപ്പ് നിറത്തിലുള്ള ഇതിൻ്റെ ഫലത്തിന് 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ ഒരു നീളമാണുള്ളത്. ആന്തോസയാനിൻ, ഗ്ലൈക്കോസൈഡ് എന്നീ രാസഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങളിൽ പറയുന്നത് പ്രഷർ, ഷുഗർ എന്നീ തുടങ്ങിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് നിത്യമായി ഉപയോഗിച്ചാൽ. അതുപോലെ തന്നെ ഇതിന് ക്യാൻസറിനെ തടുക്കാനുള്ള ശേഷിയുമുണ്ട്. രക്തത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ സ്ട്രോബെറി നല്ലൊരു ഔഷധമാണ്, നല്ലൊരു ഫ്രൂട്ടുമാണ്. അത് ശരീരത്തിൽ ധാരാളം മൈക്രോ എലമെൻറ്റ്സ് കൊടുക്കും, ധാരാളം ന്യൂട്രീഷൻ കൊടുക്കും. അതേസമയത്ത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കും. പിന്നെ ഈ രക്തക്കുഴലിന് നല്ല ബലം കിട്ടും. അതായത് രക്തക്കുഴൽ ഉള്ളിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ ഇത് ഇല്ലാണ്ടാക്കും. അതുവഴി ഇത് ഹാർട്ട് ഡിസീസ്, ഹൃദ്രോഗം വരാതിരിക്കും ഇത് കഴിച്ചാൽ. ദിവസേന ഒരു 4 ഇതിൻ്റെ പഴം കഴിച്ചാൽ ഹൃദ്രോഗം വരില്ല. പിന്നെ ശരീരത്തിൽ ഈ ചൂട് ക്രമീകരിക്കും. അതായത് തണുപ്പ് രാജ്യത്ത് ധാരാളം ഉണ്ടാകുന്നത്. ഈ തണുപ്പുള്ള സമയത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ചൂട് കൊടുക്കും. അപ്പോൾ തണുപ്പ് ചൂട് ക്രമീകരിക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണം അറിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം, ഇതിൻ്റെ പൾപ്പാക്കിയിട്ട് മുഖത്ത് ഫേഷ്യൽ പാക്കായിട്ട് തേച്ച് കഴിഞ്ഞാൽ മുഖം നല്ല ഭംഗിയുണ്ടാകും, നല്ല സുഖം കിട്ടും, നല്ല സ്മൂത്തായി മാറും.